ഹായ്, ഇത്തവണത്തെ LPUP അതായത് നവംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന അടുത്ത 2027 നടക്കാൻ പോകുന്ന ആ ഒരു LPUP പരീക്ഷ അവസാന ചാൻസ് ആയിട്ട് മാറാൻ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ സാറേ ഇത് അവസാനത്തെ ചാൻസാണ്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ എന്തായാലും ഇത്തവണ നേടണം എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് കുറേ സംശയങ്ങളും വെറീസും ഒക്കെ പങ്കുവെക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. LPUP അവസാന ചാൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ചും ഇത്തവണ സ്റ്റാർട്ട് ചെയ്യുന്നിട്ടുണ്ട്. മെയ് 25-ന് ആണ് ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയ് 31 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതല്ല എങ്കിലും അവർ ജോയിൻ ചെയ്തിട്ടായാലും അല്ല എങ്കിലും നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക. ഓക്കെ, ഒന്നാമത് നിങ്ങൾക്ക് വേണ്ട ചിന്ത, നിങ്ങൾക്ക് ഈ പ്രായം ഒരു ബാധ്യതയല്ല. എനിക്ക് വളരെ പ്രായം കൂടുതലാണ്, ഇവിടെ ചെറുപ്പക്കാർ ഇത്തവണ ആദ്യമായിട്ട് ശ്രമിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എഴുതിയവരുണ്ട്, എന്നിട്ട് അത്യാവശ്യം റാങ്ക് ലിസ്റ്റിൽ വന്നതാണ്, ഇപ്രാവശ്യം എന്തായാലും മികച്ച റാങ്ക് കിട്ടാൻ സാധ്യതയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല റാങ്ക് നേടിയവരും ഇപ്രാവശ്യം വീണ്ടും എഴുതും, പിറകിലോട്ടുള്ളവരൊക്കെ എഴുതുമല്ലോ ആ ഒരു നിയമനം കിട്ടുന്ന ആ ഒരു ടൈം വരെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ ഉണ്ടാവും നിങ്ങൾക്ക്. ആദ്യം ആ ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് പ്രായം നിങ്ങളുടെ ഒരു എന്താണ് എടുത്താൽ പൊങ്ങാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും ടെൻഷൻ ഉണ്ടാക്കേണ്ട ഒരു സാധനമായിട്ട് എടുക്കണ്ട. നിങ്ങളുടെ അനുഭവ സമ്പത്തായിട്ടാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്. പ്രായമുണ്ട്, പലതവണ ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുവരെ എഴുതിയതിൽ നിങ്ങൾക്കുണ്ടായ കുറേ പിഴവുകളുണ്ട്. ആ പിഴവുകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറേ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാലം എഴുതി എനിക്ക് പരീക്ഷ എഴുതാനുള്ള സമ്മർദ്ദം മാറിയിട്ടുണ്ട്. ഇത്തവണ ഞാനൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ട് കിട്ടും. ഈ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. പ്രായത്തെ ബാധ്യതയായി കാണുന്നത് ആദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് എന്താണ്? എക്സ്പീരിയൻസ് ആണ്. ഇത്ര തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്ര തവണ എഴുതിയ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര വർഷമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത്ര വർഷമായിട്ട് PSC നോക്കുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ കാണാൻ ശ്രമിക്കുക. അതല്ലാതെ ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. ഇത്രയും കാലമായിട്ട് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എനിക്കിത് കിട്ടാൻ സാധ്യതയില്ല, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് കിട്ടില്ല. ഇതുവരെ കിട്ടാഞ്ഞിരുത് നിങ്ങൾക്ക് അത് നേടാനുള്ള അർഹതയില്ലാഞ്ഞിട്ടല്ല, ആ അർഹതയിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അത് ചെയ്യാൻ നിങ്ങൾ ഇത്തവണ ഒരുങ്ങി ഇറങ്ങുകയാണ്. ഇത്തവണ എന്ത് ചെയ്യണോ അതൊക്കെ ചെയ്യും. പഠിക്കും, റിവിഷൻ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കും, റിവിഷൻ നടത്തും, മാക്സിമം മോഡൽ എക്സാമുകൾ എഴുതും. ഇതേ പ്രവൃത്തികൾ എത്ര തവണ ആവർത്തിക്കാൻ പറ്റും അത്രയും തവണ ആവർത്തിക്കും. പലപ്പോഴും നിങ്ങൾക്ക് അലംഭാവം കൊണ്ടായിരിക്കും പറ്റിയിട്ടുണ്ടാവുക. ചിലപ്പം ചെറുതായി കണ്ട ഇത് എത്രയുള്ള ചെറിയൊരു പരീക്ഷയല്ലേ, ചെറിയ സിലബസ് അല്ലേ, അത് ഞാൻ പഠിച്ചു തീർന്നല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്നുള്ള ഒരു അലംഭാവത്തിൽ ഇരുന്നിട്ടുണ്ടാവും. റിവിഷൻ പലതവണ ചെയ്തവർ അത് നേടിയിട്ട് അങ്ങ് പോകും. ചിലപ്പോൾ റിവിഷനും നടത്തി അലംഭാവത്തിലിരിക്കും. എക്സാം പരീക്ഷ ആകുമ്പോൾ കുറച്ച് മോഡൽ എക്സാം മാത്രം ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ ഈ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും എക്സാം എഴുതിയ ആളുകളുണ്ടാവും, മോഡൽ എക്സാമുകൾ എത്രയോ തവണ എഴുതിയവരുണ്ടാവും, PYQ ഒക്കെ ചെയ്ത് നോക്കിയവരുണ്ടാവും. അപ്പോൾ അവർ റാങ്കും കൊണ്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി കൂടുതൽ തവണ ആവർത്തിച്ച് ചെയ്തിട്ടാണ് ഈ റാങ്കിലുള്ള വ്യത്യാസങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യ റാങ്കുകാർ ഇത് കൂടുതൽ നിങ്ങളെക്കാളും തവണ കൂടുതൽ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു തിരിച്ചറിവിൽ നന്നായിട്ട് പഠിക്കുക. സിലബസിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പഠിക്കുക. സിലബസിൻ്റെ പുറത്ത് ഇഷ്ടം പോലെ ചാപ്റ്ററുകളുണ്ട്, അതൊക്കെ പഠിക്കാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ ആ സിലബസ് പ്രകാരമുള്ളത് പഠിച്ചാൽ മതി. സിലബസ് ഇനി മാറുകയാണെങ്കിൽ ആ സിലബസിൽ കൊടുത്ത പ്രകാരമുള്ള SCERT ചാപ്റ്റർ പഠിച്ചാൽ മതി. കംപ്ലീറ്റ് SCERT പഠിക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇപ്പം നിങ്ങൾക്ക് എക്കണോമിക്സിൽ ആകെ ബാങ്കിങ്ങേ ഉള്ളൂ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ 2 ചാപ്റ്റർ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന കുറച്ച് ചാപ്റ്റർ, ആ ചാപ്റ്ററേ വേണ്ടിയുള്ളൂ. എന്താണ് ലോകചരിത്രം, അതിലാകെ നിങ്ങൾക്കുള്ള വെങ്കലയുഗ സംസ്കാരങ്ങളാണ്, അതുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 2 ചാപ്റ്റർ, ആ 2 ചാപ്റ്ററേ വേണ്ടിയുള്ളൂ. ഒന്ന് 8ാം ക്ലാസ്സിലാണോ, ഒന്ന് ഹയർ സെക്കൻഡറിയിലാണ്. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ തന്നെയാണ് 99% ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിലബസിൽ ഒതുങ്ങി നിന്ന് അതിൽ വേണ്ട SCERT ആണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അല്ലാതെ ബാക്കി കംപ്ലീറ്റ് SCERT പഠിക്കേണ്ട. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് സിലബസിൽ പറഞ്ഞൊരു ടോപ്പിക്കായിട്ട് ബന്ധമുള്ള ഒരു ചാപ്റ്ററാണ്, ആ ചാപ്റ്ററിൽ നിങ്ങളുടെ സിലബസുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും പഠിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ അപൂർവമായിട്ട് വന്നിട്ടുണ്ട് ഇത്തവണ. കഴിഞ്ഞ തവണയും അതിന് മുമ്പൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ നടന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ, NCA റിക്രൂട്ട്മെൻറ്റുകൾ, ഈ ഒരു സിലബസ് വന്നതിന് ശേഷം നടന്നിട്ടുള്ള 10-ൽ പരം പരീക്ഷകളുണ്ട്, ചോദ്യപേപ്പറുകളുണ്ട്. ആ ചോദ്യപേപ്പർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ വേണ്ട SCERT ചാപ്റ്ററുകൾ ആദ്യം പഠിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളവിടെ 80-85% മാർക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. ബാക്കി വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഔട്ട് ഓഫ് SCERT വരുന്നത്. അത് ഈ പറഞ്ഞ പ്രീവിയസും റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിലബസിൽ ഒതുങ്ങി പഠിക്കുക. 5 to 10 ഈ സിലബസിൽ വേണ്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി, അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നോക്കിയിട്ട് ആ ചാപ്റ്ററുകൾ മാത്രം കംപ്ലീറ്റ് പഠിച്ചാൽ മതി. വേറെ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ പോകണ്ട. ഹയർ സെക്കൻഡറി എന്നുള്ള ചാപ്റ്റർ സെലക്ട് ചെയ്ത് പഠിക്കണം. അത് ചില പരീക്ഷകളിലൊക്കെ ചില ശതമാനം ഒരു
മൊത്തം 45 ചോദ്യങ്ങളാണല്ലോ, 26, 19, 45 ചോദ്യങ്ങളാണ് ജി കെയും കറണ്ട് അഫേഴ്സും കൂടി ഉണ്ടാവാറുള്ളത്. അതിൽ ചിലപ്പോൾ 2-3 ചോദ്യങ്ങൾ, ചിലപ്പോൾ ഒരു 4-5 ചോദ്യങ്ങളൊക്കെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഓരോന്നും നിങ്ങൾ ആ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് എത്ര ചാപ്റ്ററുകൾ പഠിക്കണം ഹയർ സെക്കൻഡറി എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അത് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠനമാണ് അവിടെ വേണ്ടത്. അതൊക്കെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് നമ്മുടെ ബാച്ചിൽ ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാമുകളൊക്കെ എഴുതാൻ പറ്റും. അത് നിർബന്ധമായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്നായാലും ചെയ്യണേ. എക്സാമുകൾ മാക്സിമം ചെയ്ത് ശീലിക്കുക എന്നുള്ളത് വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സിലബസിനെ കൃത്യമായിട്ട് അറിഞ്ഞ് അതിൽ ഓരോ വിഷയത്തിനുള്ള മാർക്ക് വെയിറ്റേജ് മനസ്സിലാക്കി, ബേസിക് സയൻസ് 26 സോഷ്യൽ സയൻസ് 19 അതിൽ ഓരോന്നിനും എത്രത്തോളം ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു പഠനമാണ് നടത്തേണ്ടത്. അതല്ലാതെ ചുമ്മാ ഇഷ്ടമുള്ള വിഷയം മാത്രം പഠിക്കുക, അല്ലെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്ത ഇതാണ് എനിക്ക് ടഫ്, അപ്പോൾ ഇത് തന്നെ ഞാൻ ബാക്കിയെല്ലാം എനിക്ക് ഓക്കെയാണ്, ഇത് മാത്രം, അങ്ങനെയല്ല. നിങ്ങൾ എല്ലാ വിഷയത്തിനും സമയം കണ്ടെത്തി കൃത്യമായിട്ട് പഠിച്ചു പോകണം. പിന്നെ കാർഡടച്ചുള്ള പഠനം ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സിലബസ് അറിഞ്ഞ് പഠിച്ചാൽ മതി. പണ്ടത്തെ പ്രീവിയസ് എന്നുള്ള രീതിയിലുള്ള എന്തൊക്കെയോ ജി കെ പഠിച്ചിട്ട് കാര്യമില്ല. ജനറൽ PSC പോലും ഇപ്പം അങ്ങനെ ചോദിക്കുന്നില്ല. സിലബസിൽ ഒതുങ്ങി നിന്നുള്ള ജി കെ ആണ്, ആ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ PSC പരീക്ഷ ചോദിക്കുന്നത്. അപ്പോൾ അല്ലാത്ത ക്ലാസ്സിൻ്റെ പിറകെ നോട്ട്സിൻ്റെ പിറകെ പോകണ്ട. നിങ്ങൾ കോമൺ ആയിട്ടുള്ള ജി കെ പഠിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ ടോപ്പിക്ക്, ആ ടോപ്പിക്ക് എന്നുള്ള SCERT പ്ലസ് നോൺ SCERT, ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാർഡടച്ചുള്ള പഠനം ഒഴിവാക്കുക. പഴയ 10 വർഷത്തെ പ്രീവിയസ് ചോദ്യപേപ്പർ, അതിൻ്റെ അനുബന്ധ വസ്തുക്കൾ പഠിക്കണ്ട. കാരണം ഈ സിലബസ് വരുന്നതിന് മുമ്പുള്ള ചോദ്യപേപ്പറുകളൊക്കെയും വേറെ രീതിയിലാണ്. അവിടെ സാധാ ജി കെ ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ അനുബന്ധ വസ്തുതകളൊക്കെ പഠിച്ച് സമയം കളയണ്ട. നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഈ 10-15ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രമേ നോക്കേണ്ടതുള്ളൂ. മറ്റു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. അത് അനാവശ്യമായിട്ടുള്ള പഠനമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യം, ഇഷ്ടമുള്ള ജി കെ, അതായത് ഇപ്പോൾ സോഷ്യൽ സയൻസ് പഠിച്ചവരെ സംബന്ധിച്ച് ഹിസ്റ്ററി ജോഗ്രഫി എളുപ്പമായിരിക്കും, അത് തന്നെ പഠിക്കുക. സയൻസ് പഠിച്ചവരെ സംബന്ധിച്ച് ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി അത് ഇഷ്ടമുള്ളതാണ്, അറിയുന്നതാണ്, അപ്പോൾ അത് തന്നെ ഇങ്ങനെ പഠിക്കുക. അതല്ല വേണ്ടത്. എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. സോഷ്യൽ സയൻസ് വിഷയങ്ങളും ബേസിക് സയൻസ് വിഷയങ്ങളും നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ പ്രകാരം കൃത്യമായിട്ട് പഠിക്കുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, സൈക്കോളജി, ഇതിനെല്ലാത്തിനും നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. സിലബസ് അറിഞ്ഞ് പഠിക്കുക. അതിലുപരി റിവിഷൻ കൂടുതലായിട്ട് ചെയ്യുക. നമ്മുടെ ബാച്ചുകളിലൊക്കെ ആണെങ്കിൽ തിങ്കൾ ടു വെള്ളിയാണ് നമ്മൾ പഠിക്കുക. ശനിയും ഞായറും നമുക്ക് റിവിഷൻ ഡേ ആണ്. അപ്പം കൃത്യമായിട്ടുള്ള റിവിഷൻ അവിടെ നടക്കണം. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. റിവിഷൻ ചെയ്തില്ല എങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോൾ എത്രത്തോളം നഷ്ടപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒരാഴ്ച കഴിയുമ്പോൾ ഇത്ര പോകും, ഒരു മാസം കഴിയുമ്പോൾ ഇത്ര പോകും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് റിവിഷൻ വളരെ പ്രധാനമാണ്. അത് നിങ്ങൾ ഒരു ദിവസം പഠിച്ച് പിറ്റേന്ന് ഫുൾ റിവിഷൻ ചെയ്ത്, പിറ്റേന്ന് പഠിച്ചത് റിവിഷൻ ചെയ്ത്, അങ്ങനെ ഓരോ ദിവസം അത് നടക്കുന്നില്ല. ആരൊക്കെ ചുമ്മാ പറയുന്നതാണ്, പ്രാക്ടിക്കലല്ല. പ്രാക്ടിക്കലായിട്ടുള്ള റിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസം അതിന് നീക്കി വെച്ചിട്ട് ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് റിവിഷൻ ചെയ്യാനുള്ള അത് നിർബന്ധമായിട്ടും ചെയ്യണം. അതേപോലെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഈ LP UP പരീക്ഷ, അതിനു മുമ്പ് ഏതെങ്കിലുമൊക്കെ PSC പരീക്ഷകൾ എഴുതാനുള്ള സന്ദർഭം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഒരു പരീക്ഷ എഴുതാത്ത ഒരാളാണ്, നിങ്ങൾക്ക് LPSA മാത്രമാണ് ലക്ഷ്യം, അല്ലെങ്കിൽ UPSA മാത്രമാണ് ലക്ഷ്യം, അല്ലെങ്കിൽ അതേപോലെയുള്ള അധ്യാപക തസ്തികകൾ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിലും അതിനിടയിലുള്ള മറ്റ് PSC പരീക്ഷകൾ ഏതെങ്കിലും വരുമ്പോൾ അതിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതൊക്കെ എഴുതാൻ നിർബന്ധമായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്മർദ്ദം ഒഴിവാക്കാൻ പറ്റുള്ളൂ. അവിടെ നിങ്ങൾക്ക് ആ സമ്മർദ്ദം ഒഴിവാകുന്നതിലൂടെ 5-10 മാർക്ക് യഥാർത്ഥ പരീക്ഷയിൽ അധികം നേടാൻ പറ്റും. അതല്ലാതെ നിങ്ങളുടെ എത്ര നന്നായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥ എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള 5-10 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും ഏതെങ്കിലും എക്സാമുകൾ, അത് ഏതായിക്കോട്ടെ, LGS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, ഇപ്പം നടക്കാൻ പോകുന്ന VFA ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പരീക്ഷകൾ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. അതിനൊക്കെ അപ്ലൈ ചെയ്യുക, അതൊക്കെ എഴുതുക. ഓക്കെ, ദെൻ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, പ്ലസ് സ്മാർട്ട് വർക്ക്. അതിനുള്ള ഒരു ട്രെയിനിങ്ങും നിങ്ങൾക്ക് ഈ ഗോൾഡ് ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് തരും. ലോജിക്കൽ ഗസ് നടത്തണം. നമ്മൾ പഠിച്ച മാത്രം, അറിയുന്ന മാത്രമേ ഞാൻ ഉത്തരം എന്നുള്ള വാശിയും കൊണ്ട് നടന്നാൽ ഒരിക്കലും നിങ്ങൾ ആദ്യ റാങ്കിലേക്ക് എത്തുകയില്ല, ജോലിയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് ലോജിക്കൽ ഗസ് നടത്തി ശീലിക്കണം. അത് ട്രെയിൻഡാണ്. അത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരികളുടെ എണ്ണം കൂടുതലും തെറ്റിൻ്റെ എണ്ണം കുറവായിരിക്കും. ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ തെറ്റായിരിക്കും കൂടുതൽ, നിർത്തരുത്, തെറ്റിൻ്റെ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ബാച്ചിലുണ്ടാവും. ഒരു 20-ൽ പരം ചോദ്യ രീതികളാണ് ഇപ്പോൾ. ആ ഓരോ ചോദ്യ മാതൃകകൾ മനസ്സിലാക്കിയിട്ട് ആ ഓരോ ചോദ്യങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും എന്നുള്ളത് ചിന്തിക്കണം. ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ശീലിക്കണം. ചില ചോദ്യങ്ങൾ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത് ശീലിക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാത്ത ചോദ്യങ്ങൾ
നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ചില ചോദ്യങ്ങളും ചിലപ്പോൾ എന്തെങ്കിലും സ്പാർക്ക് ഉപയോഗിച്ച് ഓപ്ഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ചോദ്യകർത്താവിൻ്റെ സൈക്കോളജി അറിയെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്കത് ലോജിക്കൽ കറക്കി കുത്ത് നടത്തിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനം സ്വായത്തമാക്കുക. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ഇന്നത്തെ പരീക്ഷകൾ ഇമ്പോർട്ടൻ്റാണ്. അതിപ്പോൾ നിങ്ങൾക്കറിയാം, ജനറൽ PSC പരീക്ഷകൾ കൂടെ എഴുതുന്ന ആളുകൾക്കറിയാം നിങ്ങളുടെ പരീക്ഷയിലും അത്തരം ചില ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. കഴിഞ്ഞ തവണത്തെ പരീക്ഷകളിലൊക്കെ ഈ ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വളരെയധികം വന്നിട്ടുണ്ട്. അത് എണ്ണം ഇനിയും കൂടാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സമയം ഇല്ലാത്ത അവസ്ഥ വരും. പരീക്ഷ കഴിഞ്ഞിട്ട് 10-15 ചോദ്യങ്ങൾ ബാക്കിയായിരിക്കും. അയ്യോ 15-ൽ എനിക്ക് അറിയുന്നതായിരുന്നു 10 എണ്ണം എന്ന് പറഞ്ഞ് പരിദേവനം നടത്തേണ്ടി വരും, വിഷമിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. അത് ഉണ്ടാവരുത് നിങ്ങൾക്ക്. അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് തുടങ്ങുന്ന കാലഘട്ടം മുതൽ പരീക്ഷ ഹാളിൽ വരെ ശ്രദ്ധിക്കേണ്ട ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതൊക്കെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദെൻ മൈക്രോ ലെവൽ അപ്രോച്ച്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുമ്പോഴാണ് നമുക്ക് വലിയ വലിയ വിജയങ്ങൾ നമ്മളെ തേടി വരിക. നിങ്ങൾ ഇതൊക്കെ എന്ത് നോക്കാനാ എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന ചില കാര്യങ്ങളാണ് പരീക്ഷയിൽ റാങ്ക് നിർണ്ണയിക്കുക. എല്ലാവരും പരീക്ഷ ചെയ്തു. ഒരു 100% പേർ അപ്ലൈ ചെയ്തതിൽ ഒരു 10% പേരാണ് നന്നായിട്ട് പഠിക്കുന്നുണ്ടാവുക. അവർക്ക് ഏതൊരാൾക്കും അതിൽ ആദ്യ റാങ്ക് നേടാനുള്ള അവസരം ഉണ്ടാവാം. പക്ഷേ കുറേ ആളുകൾ പിന്തള്ളപ്പെടുന്നു, കുറച്ച് ആളുകൾ റാങ്ക് ലിസ്റ്റ് വരുന്നു. തുല്യരായിട്ടുള്ള കുറേ ആളുകൾ പുറത്തുണ്ട്. ആ തുല്യരായിട്ടുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയതും റാങ്ക് ലിസ്റ്റിൽ തന്നെ നിങ്ങളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് ആദ്യ റാങ്കിലുള്ള ആളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നതും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ വലിയ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള മൈക്രോ ലെവൽ അപ്രോച്ച് നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് പരീക്ഷ പഠനം തുടങ്ങുന്ന കാലഘട്ടം മുതൽ പഠന കാലഘട്ടത്തിലും അങ്ങോളം ഇങ്ങോളവും പരീക്ഷയുടെ ഒരു 2-3 മാസം മുമ്പേയും പരീക്ഷയുടെ ഒരു 3 ആഴ്ച മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരീക്ഷയുടെ തൊട്ട് ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരീക്ഷ ഹാളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. ദെൻ PYQൻ്റെ കാര്യം. പണ്ടായിരുന്നെങ്കിൽ PYQ റിലേറ്റഡ് ഒരു 10 വർഷത്തെ PYQ അതിൻ്റെ അനുബന്ധ വസ്തുതകളും അടങ്ങിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അടങ്ങിയ അനുബന്ധ വസ്തുതകൾ അടങ്ങിയ പുസ്തകം വായിച്ചാൽ തന്നെ കിട്ടുമായിരുന്നു ഒരുവിധം PSC ഒക്കെ. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ സിലബസ് വന്നതിന് ശേഷം നടന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറുകളും അനുബന്ധ വസ്തുതകളും ഒഴികെ നിങ്ങൾ പ്രീവിയസ് നോക്കേണ്ട ആവശ്യമില്ല. അതും തുടക്കത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല. ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ സിലബസ് അറിഞ്ഞ് പഠിക്കുക. ആദ്യം ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ടോപ്പിക്കുകൾ, ഹോട്ട് ടോപ്പിക്കുകൾ പഠിക്കുക. എന്നിട്ട് PYQയിലേക്ക് പോവുക. ക്വസ്റ്റ്യൻ രീതികൾ മനസ്സിലാക്കുക. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒന്നും ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു, എത്ര ഡെപ്തിൽ വരുന്നു എന്നുള്ള മനസ്സിലാക്കുക. എന്നിട്ട് സിലബസ് ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ടേ നമ്മൾ അതിൻ്റെ അനുബന്ധ വസ്തുതകളും കാര്യങ്ങളും ഒക്കെ പഠിച്ച് റിവിഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ PYQനെ പണ്ടത്തെ പോലെ നമ്മുടെ പഠനത്തിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നഷ്ടമാവും, നിങ്ങളുടെ ലെവലിട്ട് വർദ്ധിക്കുകയില്ല, പരീക്ഷയിൽ നിങ്ങൾക്കിട്ട് മാർക്ക് കിട്ടുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പഠിക്കാൻ ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി പരീക്ഷ കഴിയുന്നത് വരെയുള്ള കാലഘട്ടം മുഴുവൻ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും സൂക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, റിവിഷൻ ചെയ്യുന്നുണ്ടല്ലോ പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ ഉറക്കമൊഴിഞ്ഞ് പഠിച്ചാൽ നിങ്ങൾ പഠിച്ചത് വെറുതെയാണ്. നിങ്ങളുടെ ടെൻഷനും ആങ്ഷൈറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഠിച്ചത് വെറുതെയാണ്. നിങ്ങളുടെ ഭക്ഷണവും ഉറക്കവും പഠനവും ഈ മറ്റു പ്രവൃത്തികളൊക്കെ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവണം, ഒരു ക്രമീകരണം വേണം. ഉറക്കവും ഭക്ഷണവും ഒക്കെ ക്രമമായിരിക്കണം പഠനകാലം മുഴുവൻ. എങ്കിൽ മാത്രമാണ് നല്ല പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഓർമ്മിക്കാനും ആവശ്യമുള്ള കാര്യങ്ങൾ അത് തിരിച്ചെടുക്കാനും നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന മുഴുവൻ വലിയൊരു ശതമാനം ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റി വെക്കുന്ന സമയം ക്രമീകരിക്കണം. ചില ദിവസം 12 മണിക്കൂർ ഉറങ്ങുക, ചില ദിവസം 3 മണിക്കൂർ ഉറങ്ങുക. അത് പറ്റില്ല. ഒരു ക്രമമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉറക്കം എന്ന് പറയുമ്പോൾ ഒരു 8 മണിക്കൂറാണ്. പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ 5-6 മണിക്കൂർ മതി. ശീലമാക്കിയാൽ നിങ്ങൾക്ക് 3 മണിക്കൂറായാലും ഓക്കെ ആയിരിക്കും. ഒരു 3 ആഴ്ചത്തെ സമയം വേണ്ടി വരുന്നേ ഉള്ളൂ. അത് കണ്ടീഷൻ ചെയ്യപ്പെടും. അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന മണിക്കൂറുകൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ നന്നായിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുന്നവർക്ക് ഇത് അവസാന ചാൻസ് ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ആയിരിക്കില്ല, നിങ്ങളുടെ ഏറ്റവും മികച്ച ചാൻസ് ആയിരിക്കും. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്ലാനിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു, പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, മോഡൽ എക്സാമുകൾ ചെയ്യുന്നു, സമ്മർദ്ദത്തെ അതിജീവിക്കുന്നു, ലോജിക്കൽ കറക്കിക്കുത്ത് പോലെയുള്ള സ്മാർട്ട് വർക്കുകൾ ചെയ്യുന്നു, പരീക്ഷാ ഹാളിൽ സമ്മർദ്ദം അതിജീവിക്കാനുള്ള ടിപ്സുകൾ മനസ്സിലാക്കുന്നു, മൈക്രോ ലെവൽ അപ്രോച്ചുകൾ നടത്തുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റാങ്ക് ഹോൾഡർ ആവാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളായി എന്നാണ്. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് ചാൻസ് ആണെങ്കിലും ലാസ്റ്റ് ചാൻസ് ആണെങ്കിലും അത് നിങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങൾ ഏത് ചാൻസിലാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും.
ഓക്കെ, അതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നിലേക്ക് എത്തിച്ചു തരും. പിന്നെ നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വേറെ പഠിക്കേണ്ട ബുക്കോ വേറെ കാര്യങ്ങളോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി അതേസമയം നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ വിജയിച്ച ആളുകളാണെങ്കിലും നമ്മുടെ ബാച്ചിൽ കയറിയിട്ട് ഒരു റാങ്ക് ഹോൾഡറായിട്ട് റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിന് വരുന്ന നമ്മൾ നേരിട്ട് കാണുന്ന ആളുകളാണെങ്കിലും, ഇനി അതല്ല ഈ പറയുന്ന പല വീഡിയോകളിലായിട്ട് യൂട്യൂബിലൂടെ പറഞ്ഞ് അതൊക്കെ കേട്ട് അനുവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിലും, നിങ്ങൾ എല്ലാവരും എന്നെ സംബന്ധിച്ച് ഒരേപോലെ ഉള്ള ആളുകളാണ്. നിങ്ങളുടെ വിജയം എന്നെ ഒരേപോലെ സന്തോഷിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം, ഏതെങ്കിലുമൊക്കെ സ്കൂളുകളിലൊക്കെ എന്തൊക്കെയൊക്കെ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ കാണാം, പല പല മീറ്റിങ്ങുകളിലോ കാര്യങ്ങളിലോ ഒക്കെ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ, അപ്പം പഠിക്കാൻ തുടങ്ങുക, നന്നായിട്ട് മുന്നോട്ട് പോവുക, സ്ഥിരതയോടെ മുന്നോട്ട് പോവുക. എന്ത് പ്രശ്നം വന്നാലും ഒരു കാരണവശാലും നിർത്താതെ പരീക്ഷ വരെ മുന്നോട്ട് കൊണ്ടുപോവുക. ഉറപ്പായിട്ടും നിങ്ങൾക്കെല്ലാം വിജയിക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.